ഈന്തപ്പനയുടെ ആകൃതിയിൽ കടൽ നികത്തി ദുബായിൽ ഉണ്ടാക്കിയിരിക്കുന്ന 3 കൃത്രിമദ്വീപുകളാണ് പാം ദ്വീപുകൾ. ജുമൈറ, ജബീൽ അലി, തൈറ എന്നിവിടങ്ങളിലായി ഡച്ച് കമ്പനിയായ ഫാൻ ഉർദ് ഡ്രഡ്ജിംഗ് ആണ് ദ്വീപ് നിർമ്മിച്ചിരിക്കുന്നത്. ദ്വീപുകളുടെ നിർമ്മാണം 2001-ൽ ആരംഭിച്ചു. സ്വകാര്യ വസതികളുടെയും ഹോട്ടലുകളുടെയും സ്ഥലമാണ് പാം ജുമൈറ. ഈ ദ്വീപസമൂഹം ഒരു സർക്കിളിനുള്ളിലെ ഭംഗിയുള്ള ഈന്തപ്പനയോട് സാമ്യമുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പാം ജുമൈറ പണിതത്. പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് പ്രധാനമായും ധനസഹായം ലഭിച്ചത്. പാം ജുമൈറ പൂർണ്ണമായും മണലിൽ നിന്നും പാറകളിൽ നിന്നുമാണ് നിർമ്മിച്ചത്. ദ്വീപ് നിർമ്മിക്കാൻ കോൺക്രീറ്റോ സ്റ്റീലോ ഉപയോഗിച്ചിരുന്നില്ല. പാം ദ്വീപുകൾക്കായുള്ള ആശയവും അവയുടെ രൂപകൽപ്പനയും കൊണ്ടുവന്ന ദുബായ് ഭരണാധികാരിയുടെ ഉത്തരവ് അനുസരിച്ചാണ് ഇത് ചെയ്തത്. ദുബായ് പാം ദ്വീപുകളുടെ നിർമ്മാണം ചുറ്റുമുള്ള പരിസ്ഥിതിയെ സാരമായി ബാധിച്ചു. ഇതിന്റെ ഫലമായി പ്രദേശത്തെ വന്യജീവികൾ, തീരദേശത്തെ മണ്ണൊലിപ്പ്, കടൽത്തീര അവശിഷ്ട ഗതാഗതം, തരംഗരീതികൾ എന്നിവയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കുന്ന അവശിഷ്ടങ്ങൾ പ്രാദേശിക സമുദ്ര ജന്തുജാലങ്ങളെ ശ്വാസം മുട്ടിക്കുകയും പരിക്കേൽപ്പിക്കുകയും സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രിയപ്പെട്ട കാരണമായി ദുബായിലെ മെഗാ പ്രോജക്റ്റുകൾ മാറി. നിർമ്മാണ ഉറവിടങ്ങൾ: ദുബായിലെ 16 ക്വാറികളിൽ നിന്ന് 5 ദശലക്ഷം ഘനമീറ്റർ പാറ കൊണ്ടുവന്നു. ദുബായ് തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ആഴക്കടൽ കിടക്കകളിൽ നിന്ന് 94 ദശലക്ഷം ഘനമീറ്റർ മണൽ കൊണ്ടുവന്നു. 700 ടൺ ചുണ്ണാമ്പുകല്ല്. പ്രോജക്റ്റ് അപകടസാധ്യതകളും ഭീഷണികളും: 2 മീറ്റർ ഉയരമുള്ള തിരകൾ, വാർഷിക അല്ലെങ്കിൽ ദ്വിവത്സര കൊടുങ്കാറ്റ് ആവൃത്തി, വർദ്ധിച്ചുവരുന്ന സമുദ്രജലത്തിന്റെ എക്സ്പോഷർ കാരണം ദുർബലമായ മണ്ണ്, ജലമലിനീകരണം, മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ. മണ്ണൊലിപ്പ് കാറ്റും ജലപ്രവാഹവും മൂലം ഉണ്ടാകുന്നതാണ് നിലവിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്, കാരണം ദ്വീപിന്റെ ഭൂരിഭാഗവും രൂപപ്പെടുന്ന മണലിനെ അത് നീക്കം ചെയ്യുന്നു. സമുദ്ര പരിസ്ഥിതിയുടെ നാശനഷ്ടം. പാറകളുടെയും മത്സ്യങ്ങളുടെയും നഷ്ടം. ദുബായ് തീരത്തോട് ചേർന്നുള്ള മത്സ്യങ്ങളുടെ പ്രത്യുത്പാദന ചക്രങ്ങളിലെ അസ്വസ്ഥതകൾ ഉൾപ്പെടും. ഈ പ്രതിഭാസത്തെക്കുറിച്ച് സമുദ്ര ജീവശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണത്തിൽ നിരന്തരമായ നിർമ്മാണവും പാരിസ്ഥിതിക വ്യതിയാനങ്ങളും കാരണം. ദുബായ് തീരത്തിന് പുറത്തുള്ള ദ്വീപിന്റെ ആകൃതി കാരണം ദുബായ് കടൽത്തീരത്ത് തീരദേശ രൂപം നഷ്ടപ്പെടുന്നു. ദ്വീപ് നിർമ്മാണത്തിന് ശേഷമുള്ള തടസ്സങ്ങൾ: യൂട്ടിലിറ്റികളും പൈപ്പ്ലൈനുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ പ്രയാസകരവും അധ്വാനവുമായിരുന്നു. അപകടസാധ്യത കുറക്കൽ: തിരമാലകളെയും കടലിന്റെ നിരന്തരമായ ചലനത്തെയും പ്രതിരോധിക്കാൻ ദ്വീപിന് ചുറ്റും ബ്രേക്ക്വാട്ടറുകൾ നിർമ്മിച്ചു. 3 മീറ്റർ ഉയരവും മൊത്തം നീളം 160 കിലോമീറ്ററുമായിരുന്നു. ഏകദേശം 11 കിലോമീറ്റർ നീളത്തിൽ വികസിപ്പിച്ച ഈ ആഴക്കടലിന്റെ അടിത്തറയും ദ്വീപും തന്നെ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ നിർമ്മാണ പ്രക്രിയയിൽ നിരന്തരം നിരീക്ഷിക്കപ്പെട്ടു. ഡൈവേഴ്സ് അതിന്റെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായി ഉപരിതലത്തിന് താഴെയുള്ള പാറകളുടെ വിന്യാസവും സ്ഥാനവും പരിശോധിച്ചു. ആഗോള പൊസിഷനിംഗ് സംവിധാനം ഉപയോഗിച്ച് ദ്വീപിന്റെ ആകൃതി നിരീക്ഷിച്ചു. റെയിൻബോവിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ദ്വീപിന്റെ മുകളിലുള്ള മണൽ തളിച്ചത്. ഡ്രഡ്ജിംഗ് കപ്പലുകളിൽ നിന്നുള്ള മണൽ കരയിലേക്ക് തളിച്ചു. ദ്വീപിനും ബ്രേക്ക്വാട്ടറിനുമിടയിൽ വെള്ളം കെട്ടിനിൽക്കാത്ത വിധം ദ്വീപ് മുഴുവൻ ആസൂത്രണം ചെയ്യപ്പെട്ടു. ഇത് നേടുന്നതിനായി ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള ബ്രേക്ക്വാട്ടറുകളിൽ ചെറിയ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി ദ്വീപിന് കേടുപാടുകൾ വരുത്താതെ സമുദ്രജലം ബ്രേക്കറുകളിലൂടെ സഞ്ചരിക്കാൻ അനുവദിച്ചു. ദ്വീപിൽ നിന്ന് മണൽ നശിക്കുന്നത് തടയാൻ അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ ദ്വീപിന്റെ തീരത്തും ദുബായ് തീരത്തും വസ്തുക്കൾ തളിക്കുന്നു. തീരദേശ പരിസ്ഥിതി ശാസ്ത്രം പ്രകൃതിയുടെ തന്നെ സഹായത്തോടെ വീണ്ടെടുത്തു. ഈ മാറ്റങ്ങൾ പുതിയ ഇനം മത്സ്യങ്ങളെയും റീഫ് രൂപവത്കരണത്തെയും ആകർഷിക്കാൻ തുടങ്ങി. ഓരോ 6 ആഴ്ച കൂടുമ്പോഴും കടൽ മുങ്ങൽക്കാർ അവരുടെ നിരീക്ഷണ പ്രക്രിയയുടെ ഭാഗമായി സമുദ്രജീവികളെ പരിശോധിക്കുന്നു. ദ്വീപിലെ മുകളിലെ ഉപരിതലത്തിന് താഴെ മണലിന്റെ ദ്രവീകരണ പ്രക്രിയ തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചു. പാറകളുടെയും മണലിന്റെയും ചലനവും നിർമ്മാണത്തിന് മുമ്പും ശേഷവും വെള്ളത്തിനടിയിലെ മണ്ണൊലിപ്പ് മൂലമാണ് ഈ ദ്രവീകരണ പ്രക്രിയ ഉണ്ടായത്. ദ്രവീകരണ പ്രക്രിയ തടയുന്നതിന് ഒരു വൈബ്രോ കോമ്പാക്ഷൻ സാങ്കേതികത ഉപയോഗിച്ചു. ദ്വീപിന്റെ താവളം ഒരുമിച്ച് നിർത്തുന്നതിനും കൂടുതൽ നിർമ്മാണത്തിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്നതിനുമായാണ് ഇത് നടപ്പാക്കിയത്. നിർമ്മാണ ഇഫക്റ്റുകളും പ്രത്യാഘാതങ്ങളും: ദുബായ് തീരത്ത് പാം ദ്വീപുകളുടെ നിർമ്മാണം നിരവധി വലിയ പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമായി. പ്രദേശത്തെ ജലജീവിതത്തിലെ കുറവ്, തീരദേശ മണ്ണിന്റെ മണ്ണൊലിപ്പ്, തീരത്ത് ക്രമരഹിതമായ അവശിഷ്ട ഗതാഗതം. പാം ദ്വീപുകൾക്ക് ചുറ്റും നിർമ്മിച്ച പാറ മതിലുകൾ കാരണം ദുബായ് തീരത്ത് തരംഗരീതിയിൽ നാടകീയമായ മാറ്റമുണ്ട്. തീരങ്ങളിൽ നേരിട്ട് തട്ടുന്നതിനു പകരം തിരമാലകൾ അസാധാരണമായ രീതിയിൽ പുതിയ തടസ്സത്തിന് ചുറ്റും നീങ്ങുന്നു. ഇത് ദുബായ് തീരം ദുർബലമാകാൻ കാരണമായി. പാം ദ്വീപുകളുടെ നിർമ്മാണത്തിൽ നിന്നുള്ള അസ്വസ്ഥമായ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പാരിസ്ഥിതിക നാശത്തിന്റെ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത്. ഈ അവശിഷ്ടം സമുദ്രത്തിലെ സസ്യജാലങ്ങളിലേക്ക് സൂര്യപ്രകാശം ഫിൽട്ടർ ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കുകയും ചുറ്റുമുള്ള സമുദ്ര ജന്തുജാലങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവശിഷ്ടത്തിലെ മാറ്റങ്ങളും തീരദേശത്തെ മണ്ണൊലിപ്പും മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക അസ്വസ്ഥതകൾ ഗ്രീൻപീസ് പോലുള്ള പരിസ്ഥിതി ഗ്രൂപ്പുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് 2006 പ്രഖ്യാപിച്ചു. ആഗോള പരിസ്ഥിതി വ്യവസ്ഥകൾക്കെതിരായ യുഎഇയുടെ മനുഷ്യ സമ്മർദ്ദം, അതിന്റെ പാരിസ്ഥിതിക കാൽപ്പാടുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്നതാണ്. രാജ്യം നിലവിൽ മറ്റേതൊരു രാജ്യത്തേക്കാളും 5 ഇരട്ടി സുസ്ഥിരമല്ല. തുടക്കം മുതൽ ഇന്നുവരെയുള്ള നിർമ്മാണം ഭാവിയിൽ ഭീഷണിയായ നിരവധി പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും അതിൽ പരാമർശിക്കുന്നു. തീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള പരിഹാര മാർഗം: അവരുടെ തീരപ്രദേശങ്ങളും ഫലങ്ങളും ശരിയായി കൈകാര്യം ചെയ്യുന്നതിന് ദുബായ് അതിന്റെ തീരദേശ നിരീക്ഷണ പദ്ധതിയെ ആശ്രയിക്കുന്നു.
1997-ൽ സ്ഥാപിതമായ ദുബായ് തീരദേശ നിരീക്ഷണ പരിപാടി ബേസ്ലൈൻ ബാത്മെട്രിക് സമുദ്രങ്ങളിലോ കടലിലോ ജലത്തിന്റെ ആഴം അളക്കുന്നത് ജുമൈറ ദുബായ് തീരപ്രദേശത്തെ ടോപ്പോഗ്രാഫിക് സർവേ എന്നിവ പഠിക്കാൻ തുടങ്ങി. ദുബായ് ബീച്ചുകളുടെ വിദൂര വീഡിയോ നിരീക്ഷണം, അവശിഷ്ട സാമ്പിളും വിശകലനവും, തീരത്തെ ദിശാസൂചന തരംഗത്തിന് സമീപം, നിലവിലെ റെക്കോർഡിംഗുകൾ, അക്കൗസ്റ്റിക് ഡോപ്ലർ കറന്റ് പ്രൊഫൈലർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ തീവ്രമായ അളവെടുപ്പ് വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാങ്കേതിക മെച്ചപ്പെടുത്തലുകൾ ഉപയോഗിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവഴി നിരന്തരമായ മോണിറ്റർ ചെയ്യാനും ദുബായ് തീരത്ത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക അവസ്ഥ പരിശോധിക്കാനും അവർക്ക് കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ല വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.